അപ്രീസിയേഷൻ കിട്ടാത്തതിനേക്കാളും ഭയങ്കര മീൻസ് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഓവർ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു +2 കഴിയുന്നവരെ കുട്ടികൾ ഓവർ അപ്രീസിയേറ്റഡ് ആണ്. ഫുൾ എ പ്ലസ് ആയിക്കോട്ടെ, +2 ഫുൾ എ പ്ലസ് ആയിക്കോട്ടെ, കുട്ടികൾ അങ്ങോട്ട് എന്താ പറയുക ആഘോഷിക്കുകയാണ്, ഓവർ അപ്രീസിയേഷൻസ് കൊടുക്കുക. അപ്പൊ ഈ ഓവർ അപ്രീസിയേഷൻ കൊടുക്കുന്ന കുട്ടികളുടെ മൈൻഡിലേക്ക് അറിയാതെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഇനി ഏത് കോഴ്സ് എടുത്താലും അത് പാസ്സാകാൻ പറ്റുന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ചിന്താഗതിയിൽ കുട്ടികൾ ഈ ഒരു കോഴ്സിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടുകളും കാണാത്ത രീതിയിലുള്ള എക്സ്ട്രാ സ്ട്രക്ചേഴ്സും കൺവെൻഷനിൽ പഠിക്കേണ്ട ഒരു രീതിയും അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ കുട്ടികൾക്ക് ഇത് മെന്റലി ഒരുപാട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സമയത്ത് കുട്ടികൾക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് ധൈര്യമായിട്ട് കൊടുക്കാനുള്ളതാണ്. കുട്ടി ഫെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാസ് ആയിക്കോട്ടെ, ആദ്യമായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യാം, ഒരു 100% കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു മോട്ടീവ് കൊടുക്കുക. വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് എടുത്തത് മുതൽ ആദ്യത്തെ ഒരു 3-4 അറ്റംപ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, 100% കുട്ടി എഫേർട്ട് കൊടുക്കുക. 100% എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ആ ഒരു ആദ്യത്തെ 3-4 എക്സാംസിന് മാർക്സ് കിട്ടുമ്പോൾ തന്നെ ആ കുട്ടി ഈവൻ ഫെയിൽ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണോ അല്ല എന്നുള്ളത്.